എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുട്ട പൊരിച്ചതായാലോ? എല്ലാവർക്കും മുട്ട പൊരിക്കാനൊക്കെ അറിയായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ ഈ രീതിയിലല്ല മുട്ട പൊരിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ മുട്ട പൊരിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവോളയുടെ 1/4 ഭാഗമാണ് എടുക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ട് കൊത്തി അരിയണം. ഇപ്പൊ എത്രയും ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ഇത് അരിയുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് അരിഞ്ഞ് ചേർക്കുന്നത്. അതും ഇതുപോലെ ചെറുതാക്കി അരിയുക. അപ്പോൾ നമുക്ക് ചെറുതാക്കി അരിയേണ്ട സമയത്തും പച്ചമുളക് ആയതുകൊണ്ടും നമുക്ക് കത്രിക കൊണ്ടൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അരിയാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 4-5 ഇല കറിവേപ്പിലയും കൂടി അതുപോലെ അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ മുട്ട പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മുട്ടയാണ് എടുക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ഫോർക്ക് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ടിത് അടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഞാനിതിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള സവോളയും കറിവേപ്പിലയും അതെല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാലാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കണ്ടത് നമ്മുടെ ഉപ്പുമാങ്ങ എന്ന ചാനലിലും അതുപോലെ ലക്ഷ്മി നായരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ വലിയൊരു രുചി വ്യത്യാസം തോന്നിയില്ല. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി കൊണ്ട് ആയിരിക്കും. പിന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ട കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഒരു ലെയർ വരുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ തിന്നായിട്ടുള്ള മുട്ടയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ, ചെറുതായിട്ട് കളർ വ്യത്യാസം പോലും വന്നിട്ടില്ല. ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ മുട്ട മൊരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു 2 മുട്ടയും കൊണ്ട് നമുക്ക് 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് മുട്ടയുടെ രുചിയൊക്കെ മാറില്ലേ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല പേപ്പർ പോലെ ഇരിക്കുന്ന വളരെ നൈസായിട്ടുള്ള മുട്ട പൊരിച്ചതാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാകും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ മറ്റ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ മുട്ടക്കൂട്ടും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ വെന്തോന്ന് മനസ്സിലാകും. ഇപ്പോൾ കുറച്ച് വാട്ടിയിട്ടുള്ള രീതിയിലാണ് വേണ്ടെങ്കിൽ കുറച്ച് വേവുന്നതിന് മുന്നേ വേണമെങ്കിലും എടുക്കാം. ആ ഒരു മുട്ടയ്ക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.